കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനമറിയിക്കുന്നു. നമ്മുടെ വരണ്ട ജീവിതത്തെ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകളിലേക്ക് നമ്മെ എത്തിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും. നാം അനുഭവിക്കുന്ന സകല ശൂന്യതകളുടെയും നടുവിൽ യാതൊരു മാനുഷിക ഉത്തരവുമില്ലാതെ നാം നിരാശരാകുമ്പോൾ അവിടെയാണ് ദൈവം തൻ്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അടഞ്ഞ മനസ്സുള്ളവർക്ക് അതിശയങ്ങൾ പലപ്പോഴും വിശ്വാസം ജനിപ്പിക്കുന്നതായിരിക്കുകയില്ല. യേശുക്രിസ്തുവിൻ്റെ മഹത്വം ചിലർക്ക് വെളിപ്പെട്ടിരിക്കുന്നു, ചിലർക്ക് മറഞ്ഞിരിക്കുന്നു. യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നാം വിശ്വസിക്കണമെങ്കിൽ അവൻ്റെ സന്നിധിയിൽ വിനയത്തോടും തുറന്ന മനസ്സോടും കൂടെ നാം കടന്നു വരണം. ദൈവം നമുക്ക് ചെയ്ത നന്മകൾ ഓർത്താൽ, ദൈവം നമുക്ക് തന്ന കൃപകൾ ഓർത്താൽ, നമുക്ക് വേണ്ടി അവൻ അനുഭവിച്ച ത്യാഗമോർത്താൽ എങ്ങനെ ആ ദൈവത്തിന് നന്ദി പറയാതിരിക്കുവാൻ കഴിയും? പ്രിയ ദൈവമേ, ഈ പ്രഭാതത്തിലും നമ്മുടെ ആളത്വവും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എണ്ണമില്ല നന്മകളിൽ ചൊരിയും മന്ദയെ ഓർക്കുമ്പോൾ നന്ദിയല്ലതൊന്നുമില്ലപ്പാ, എൻ്റെ നാവൽ ചൊല്ലിടുവാനായി സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ, എൻ്റെ നാവൽ ചൊല്ലിടുവാനായി. എണ്ണമില്ല നന്മകളിൽ ചൊരിയും മന്ദയെ ഓർക്കുമ്പോൾ നന്ദിയല്ലതൊന്നുമില്ലപ്പാ, എൻ്റെ നാവൽ ചൊല്ലിടുവാനായി സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ, എൻ്റെ നാവൽ ചൊല്ലിടുവാനായി. നിത്യസ്നേഹമോർക്കുമ്പോൾ, വൻകൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും? ആ കരുണയോർക്കുമ്പോൾ, വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും? യേശുവേ, സാധുവാകുമെന്നെ സ്നേഹിച്ചു, സ്വന്ത ജീവൻ തന്ന സ്നേഹമേ, നന്ദിയല്ലതൊന്നുമില്ലപ്പാ, എൻ്റെ നാവൽ ചൊല്ലിടുവാനായി സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ, എൻ്റെ നാവൽ ചൊല്ലിടുവാനായി. സാധുവാകുമെന്നെ സ്നേഹിച്ചു, സ്വന്ത ജീവൻ തന്ന സ്നേഹമേ, നന്ദിയല്ലതൊന്നുമില്ലപ്പാ, എൻ്റെ നാവൽ ചൊല്ലിടുവാനായി സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ, എൻ്റെ നാവൽ ചൊല്ലിടുവാനായി. നിത്യസ്നേഹമോർക്കുമ്പോൾ, വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും? ആ കരുണയോർക്കുമ്പോൾ, വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും? യേശുവേ, കാൽവരിയിൽ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയുന്നെൻ്റെ പ്രിയനേ, നന്ദിയല്ലതൊന്നുമില്ലപ്പാ, എൻ്റെ നാവൽ ചൊല്ലിടുവാനായി
സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവനാ. കാൽവരിയിൻ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയുന്നെന്റെ പ്രിയനേ. നന്ദിയല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവനാ. സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവനാ. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. ഇസ്രായേലിൽ ഗലീലയിലെ ചെറിയ പട്ടണമായ കനാനിൽ നടന്ന വിവാഹ വിരുന്നിൻ്റെ മധ്യേ വീഞ്ഞ് തീർന്നുപോയി. യേശുവും തൻ്റെ ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടവരായിരുന്നു. ഒപ്പം യേശുവിൻ്റെ അമ്മ മറിയയും ഈ സന്ദർഭത്തിൽ മണവാളനെ സഹായിക്കുവാൻ യേശു എന്തെങ്കിലും ചെയ്യുമെന്ന് മറിയയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിശ്ചയമായിരുന്നു. എന്നാൽ ഈ ശൂന്യതയുടെ നടുവിൽ അവിടെ ഉണ്ടായിരുന്ന 6 കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാൻ കർത്താവായ യേശുക്രിസ്തു വേലക്കാരോട് പറഞ്ഞു. അങ്ങനെ പറയുകയും അവർ വെള്ളം നിറയ്ക്കുകയും ചെയ്തു. അതിനുശേഷം വേലക്കാർ വെള്ളം കോരിക്കൊടുത്തപ്പോൾ അത് വീഞ്ഞായി തീർന്നു. പ്രമാണി അത് കണ്ട് അത്ഭുതപ്പെട്ടു. യേശു വെള്ളം വീഞ്ഞാക്കിയപ്പോൾ അത് ഏറ്റവും നല്ല വീഞ്ഞാക്കി തീർത്തു. മനുഷ്യർ സാധാരണ ചെയ്യാറുള്ളതും കർത്താവ് ചെയ്തതുമായ പ്രവൃത്തികൾ തമ്മിലുള്ള അന്തരം ഇവിടെ വിരുന്നുവാരി ശ്രദ്ധിക്കുകയുണ്ടായി. സാധാരണയായി വിവാഹവേദിയിൽ ചെയ്യാറുള്ളത് ഏറ്റവും നല്ല വീഞ്ഞ് ആദ്യ പന്തിയിൽ തന്നെ വിളമ്പുക എന്നുള്ളതാണ്. ആദ്യം നല്ലത് കുടിച്ച് ആസ്വദിച്ച് കഴിഞ്ഞാൽ പിന്നീട് നൽകുന്നതിൻ്റെ ഗുണത്തെ ആസ്വദിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. എന്നാൽ കാനാവിലെ കല്യാണത്തിന് നല്ലത് വിളമ്പിച്ചത് ഒടുവിലായിട്ടായിരുന്നു. ഇനിയും ആത്മീകമായി പറഞ്ഞാൽ ലോകം അതിന് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് പ്രാരംഭത്തിൽ നൽകും. യുവതലമുറയ്ക്ക് ലോകം അതിൻ്റെ നല്ലതുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ഈ ലോകത്തെ അവർ നന്നായി ആസ്വദിച്ച ശേഷം അവരുടെ ജീവിത അന്ത്യത്തിൽ നല്ലതൊന്നും നൽകുവാൻ ലോകത്തിന് കഴിയുകയില്ല. ക്രിസ്തീയ ജീവിതം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അത് എന്നും നല്ലത് തന്നെ പ്രദാനം ചെയ്യുന്നു. ഏറ്റവും നല്ലത് അവസാന നിമിഷം വരെയും കാത്തു സൂക്ഷിക്കുന്നവനാണ് ക്രിസ്തു. എന്നാൽ ക്രിസ്തുവിൽ തങ്ങൾ വിശ്വസിക്കേണ്ടതിന് പാഠ്യപദ്ധതികളത്രേ ക്രിസ്തു നൽകിയത്. പ്രിയ ദൈവപൈതലേ, നമ്മുടെ വരണ്ട ജീവിതത്തെ സന്തോഷ സമൃദ്ധിയിലേക്ക് തിരിക്കുവാൻ കർത്താവായ യേശുവിന് കഴിയും. യഹൂദ മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെ മാത്രമല്ല, നാം ആയിരിക്കുന്ന മതങ്ങളുടെയും ആചാര അനുഷ്ഠാനങ്ങളെ പോലും ക്രിസ്തുവിലുള്ള സന്തോഷമാകുന്ന വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യൻ്റെ ആവശ്യം
ദൈവശക്തി വെളിപ്പെടുന്ന അവസരമായി തീരുന്നത് നാം ശ്രദ്ധിക്കണം. യാതൊരു മാനുഷിക ഉത്തരവുമില്ലാതെ നാം നിരാശരാകുമ്പോൾ അവിടെയാണ് ദൈവം തൻ്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഇതെല്ലാം യേശു യഥാർത്ഥത്തിൽ ക്രിസ്തുവാണെന്ന് നാം വിശ്വസിക്കേണ്ടതിനത്രേ ചെയ്തത്. അടഞ്ഞ മനസ്സുള്ളവർക്ക് അതിശയങ്ങൾ പോലും വിശ്വാസം ജനിപ്പിക്കുന്നതായിരിക്കേയില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വം ചിലർക്ക് വെളിപ്പെട്ടിരിക്കുന്നു, ചിലർക്ക് മറഞ്ഞിരിക്കുന്നു. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നാം വിശ്വസിക്കുകയാണെങ്കിൽ നാം അവൻ്റെ സന്നിധിയിൽ വിനയത്തോടും തുറന്ന മനസ്സോടും കൂടെ കടന്നു വരണം. എന്നാൽ അവൻ നിങ്ങളെ സഹായിക്കും. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവം നല്ലൊരു വാഗ്ദത്ത വചനമാണ് തന്നത്. ഹല്ലേലൂയ. ഇവിടെ കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നു പോയപ്പോൾ സ്തോത്രം ഉള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ശൂന്യമായിട്ട് അല്ലെങ്കിൽ തീർന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ മറിയ ഒരു കാര്യം പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മേൽ ചില ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകും. അപ്പം മറിയ അങ്ങനെ പറഞ്ഞപ്പോൾ അത് അതുപോലെ അനുസരിക്കുവാൻ തക്കവണ്ണം ആ യഹൂദന്മാർക്ക് അല്ലെങ്കിൽ അവിടെ ആയിരുന്ന ജനത്തിന് കഴിഞ്ഞു എങ്കിൽ അവിടെ ഒരു അത്ഭുതവും നടന്നു. ഹല്ലേലൂയ. അവിടെ യഹൂദന്മാരുടെ നിയമപ്രകാരം ശുദ്ധീകരണ നിയമം അനുസരിച്ച് അവിടെ 2-3 പറ വെള്ളം കൊള്ളുന്ന 5-6 കൽപ്പാത്രങ്ങൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ ആ കൽപ്പാത്രത്തിൽ വെള്ളം വക്കോളം നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ അവരതുപോലെ ചെയ്തു. ആർക്കും വേണ്ടാത്ത അല്ലെങ്കിൽ കാല് കഴുകുന്ന ശുദ്ധീകരണത്തിനായിട്ട് പുറംപറമ്പിൽ വെച്ചിരുന്ന 6 കൽപ്പാത്രത്തെ എടുത്ത് നല്ല ഏറ്റവും മേന്മയേറിയ വീഞ്ഞാക്കി തീർത്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ സകല അശുദ്ധിയെ മാറ്റി അല്ലെങ്കിൽ നമ്മൾ ആർക്കും വേണ്ടാത്ത പുറംപറമ്പിൽ കിടന്ന നമ്മളെ വിശുദ്ധമാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ദൈവം പറയുന്നത് അനുസരിക്കുകയും ചെയ്താൽ നിന്റെ ജീവിതത്തിൽ നിന്നെ ആർക്കും വേണ്ടാതെ പുറന്തള്ളിയെങ്കിൽ നിന്നെ ഒരു വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ദൈവം സർവശക്തനായിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. ആ കർത്താവിന് സകലവും കഴിയും. അപ്പോൾ തന്നെ അവിടെ അപമാനിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ്. കാര്യം നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും വിശിഷ്ടമായ സാധനങ്ങൾ കൂടിപ്പോയാൽ നമുക്ക് സന്തോഷം. പക്ഷെങ്കിൽ കുറഞ്ഞ് അതില്ലാതായി പോയാൽ ആകെ അത് അസ്വസ്ഥരാകുന്നത് ഒന്നാമത് ആ വിളമ്പിക്കൊടുക്കുന്നവരും അപ്പോൾ തന്നെ ആ ചടങ്ങ് നടത്തുന്നവരും. അങ്ങനെയൊക്കെയുള്ള ആ സിറ്റുവേഷനിൽ അവർക്ക് ഭയങ്കര മാനസികമായ അസ്വസ്ഥതയും പ്രയാസങ്ങളും അല്ലെങ്കിൽ നാണംകേടും അല്ലെ അപമാനിതരായി തീരുവാനും ഇടയാകുമ്പോൾ അവിടെ സ്തോത്രം ദൈവം ഇവിടെ ഈ കനാവിലെ കല്യാണത്തിന് ഒരു അത്ഭുതം ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളെ സമൂഹം നിന്ദിച്ച് നാളെ ഇനി അതെന്ത് സംഭവിക്കും, ഏതെങ്കിലും വിഷയമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളായിക്കോട്ടെ, ഭൗതികമായിട്ടോ ആത്മീകമായിട്ടോ നിങ്ങളുടെ എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങളുടെ മുന്നിൽ നിങ്ങൾ പകച്ചു നിൽക്കുന്നവരാണെങ്കിൽ ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവമേ, ഈ സാമ്പത്തികമായ ബാധ്യതയുടെ മുന്നിൽ അല്ലെങ്കിൽ എൻ്റെ തലമുറയുടെ വിവാഹം നടക്കാതെ ഇത്രയും വയസ്സായി ഞാൻ യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തെ കണ്ടതിന് ശേഷം എനിക്കിങ്ങനെയൊക്കെ പരാജയങ്ങൾ സംഭവിച്ചല്ലോ
എൻ്റെ സഹോദരങ്ങളൊക്കെ വിശ്വാസത്തിലല്ലാത്ത അവരുടെ മാനമര്യാദയ്ക്ക് കല്യാണമൊക്കെ നടന്നു, അവർക്ക് നല്ല ജോലി കിട്ടി, അവർക്ക് നല്ല വിദ്യാഭ്യാസം ചെയ്തു. ഞാനിങ്ങനെ കർത്താവിനെ കണ്ടതുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് നീ മാനസികമായി തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണോ? നീ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാണോ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്രമാണത്തിലാണോ നീ നിൽക്കുന്നത്? നിശ്ചയമായിട്ടും നിന്നെ തന്നെ നീ തിരിഞ്ഞു നോക്ക്. നിൻ്റെ കർത്താവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ പ്രമാണത്തിനകത്ത് നമ്മൾ നിന്ന് കർത്താവ് പറയുന്നത് പോലെ, ഇവിടെ മറിയ പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് ചെയ്യണം. നിങ്ങളത് ചെയ്താൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനെക്കുറിച്ച് മറിയത്തിന് നല്ലൊരു വിശ്വാസമുണ്ടായിരുന്നു. മറിയ ജനത്തോട് പറഞ്ഞു, നീ അല്ലെങ്കിൽ ആ വിരുന്നുകാരിയോട് പറഞ്ഞു, നിങ്ങളത് ചെയ്യുക. ചെയ്തു കഴിയുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് മറിയത്തിന് നല്ലൊരു വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ വിശ്വാസത്തിൻ്റെയും അനുസരണയുടെയും മുന്നിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി. ഏറ്റവും ശ്രേഷ്ഠമായ, അതേ സ്തോത്രം, ആ വീഞ്ഞ് ഇതുവരെ അവർ കഴിച്ചിട്ടില്ലാത്ത ഇത്രയും ശ്രേഷ്ഠമായത്, അല്ലെങ്കിൽ ഇത്രയും രുചികരമായത്, ഇത്രയും നല്ല വീഞ്ഞ് നിങ്ങൾ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു? ആദ്യമേ അത് കൊടുക്കേണ്ടതാ. അത് ഇത്രയും താമസിച്ചല്ലോ, അല്ലെങ്കിൽ ആദ്യം അത് തരേണ്ടത് അവസാനമായി പോയല്ലോ എന്ന് പറയുവാൻ ഇടയായെങ്കിൽ, നമ്മുടെ ഇഷ്ടത്തിനൊക്കെ നമ്മൾ ജീവിച്ചിട്ട് ഹല്ലേലൂയ നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു വാക്കിൻ്റെ മുമ്പിൽ നമ്മൾ അനുസരിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠവും അതിശയകരവുമായി, അതെ, നമ്മുടെ മനസ്സിൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത ചില അത്ഭുത വഴികളെ ദൈവം തുറക്കുവാൻ ഇടയാകുമെന്ന് ഇന്ന് ദൈവം നമ്മളോട് വ്യക്തമായി ഇടപെടുകയാണ്. ഞാൻ ഈ മീറ്റിംഗ് അല്ലെങ്കിൽ ഞാനിങ്ങനെ ഈ ഒരു മെസ്സേജ് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ കർത്താവിൻ്റെ ദാസനോട് ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അല്ലെങ്കിൽ ഈ മെസ്സേജ് ഒന്ന് പറയാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഞാനും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ, നിങ്ങളോടുള്ള ചില ദൂതാണ് ഒരു കാര്യം ഞാൻ വെളിപ്പാട് കാണുവാനിടയായി. എന്ന് വെച്ചാൽ, ഒരു പ്രദേശത്തു കൂടെ നമുക്കറിയാം കനാലുകൾ ഉണ്ടായ, നമ്മുടെ കേരളക്കരയിലൊക്കെ നമുക്കറിയാം, അത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും കാണുമായിരിക്കാം. എന്നാൽ ഞാൻ പറയാം, ഒരു കനാലുകൾ ദേശാന്തരങ്ങളിലേക്ക് ഇങ്ങനെ സർക്കാരിൻ്റെ വകയായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ അങ്ങനെ ഒരു വെളിപ്പാടാണ് കണ്ടത്. ആ ഒരു സബ് കനാല് ഇങ്ങനെ പോകുമ്പോൾ അത് വരണ്ടിട്ട്, ഹല്ലേലൂയ, മണ്ണെല്ലാം വരണ്ട് കിടന്ന് അതിങ്ങനെ വെടിച്ചു കീറിയതുപോലെ ഒരു വെളിപ്പാട് ഞാൻ കണ്ടു. നിമിഷങ്ങൾക്കകം കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾക്കുള്ള ഹല്ലേലൂയ ചില കാര്യങ്ങളാണ് ഞങ്ങളിൽ ദൈവം അതെ കാണിച്ചു തന്നത്. അതായത് വരണ്ട് കിടക്കുന്ന ഇടത്ത് ഒരു ഡാം പൊട്ടിച്ചതുപോലെ വെള്ളം ആ കനാലിൽ കൂടി ഇങ്ങനെ ഒഴുകുന്നു, ശക്തമായിട്ട് ഒഴുകുന്നു. ആ സമയത്തെ ആ ദേശത്ത് വെള്ളമില്ലാതെ വരണ്ട് കിടന്ന് കന്നുകാലികൾക്കും തൻ്റെ ജീവിതത്തിലെ ജനത്തിന് ആവശ്യമായതും അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കറിയാം. വരണ്ട് കിടക്കുന്ന ഒരു ദേശത്ത് അത് വെള്ളം ഒഴുകി വരുമ്പോൾ ഉള്ള അവസ്ഥ പോലെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഏത് വിഷയത്തിലാണോ വരണ്ട നിലം പോലെ കിടക്കുന്നത്, അവിടെ ഒരു നീരുറവയാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം വ്യക്തമായി ഞങ്ങളെ കാണിച്ചു തന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് നീ വിശ്വസിക്കുകയാണെങ്കിൽ, ദൈവത്തെ നീ അനുസരിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ മഹത്വം നീ കാണുവാൻ ഇടയാകും. ആമേൻ, സ്തോത്രം. നമ്മുടെ കർത്താവ് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഒരു അത്ഭുതമാണ്. അവൻ മന്ത്രിയാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ നിത്യപിതാവാണ്, നമ്മുടെ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ആമേൻ. ഈ ദൈവത്തെ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ. വെള്ളത്തെ വെറും പുറംപറമ്പിൽ കിടന്ന ആ കൽപാത്രത്തിൽ വെറും പച്ചവെള്ളം നിറച്ചപ്പോൾ കർത്താവ് അതിനെ ഹല്ലേലൂയ വീഞ്ഞാക്കി, ഏറ്റവും ശ്രേഷ്ഠവും മാധുര്യവുമുള്ള നല്ല വീഞ്ഞാക്കി. ഇതുവരെ ഒരു മനുഷ്യൻ കുടിച്ചിട്ടില്ലാത്ത അത്ര നല്ല വീഞ്ഞിനെ ഉണ്ടാക്കിയ ദൈവം. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുന്ന നമ്മുടെ കർത്താവ് ഇന്നും ഇന്നലെയും നാളെയും അത് ചെയ്യുവാൻ സർവശക്തനാണ്.
2000 വർഷത്തിന് മുമ്പ് ഹല്ലേലൂയ ചെയ്ത അത്ഭുത പ്രവർത്തികൾ ഇന്നും ചെയ്യുവാൻ ദൈവം സർവശക്തനാണ്. ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ഹല്ലേലൂയ ഒരുപാട് അത്ഭുതങ്ങളെ ഞങ്ങൾ കണ്ടതാണ്. എന്നാൽ ഇവിടെ ഈ നമുക്ക് കിട്ടുന്ന ഈ ലോകത്തിലുള്ള കുറേ പ്രോസ്പിരിറ്റി തിയോളജി ഞാൻ പറഞ്ഞു വരുമല്ല, കുറേ കിട്ടുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ജീവിതം കഴിഞ്ഞിട്ട് നമുക്ക് നിത്യമായൊരു ജീവിതമുണ്ടെന്ന് ഒരു മതവും പഠിപ്പിക്കുന്നില്ല. ബ്രഹ്മത്തോട് ചേരും, അല്ലെങ്കിൽ പിന്നെ ഓരോ ഈച്ചയായി പൂച്ചയായി മാറും, അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നിത്യതയിൽ വേറെ ഓരോ വെളിപ്പാടിൽ നിൽക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു മാത്രമേ പറഞ്ഞുള്ളൂ നമ്മളെ നിത്യതയിൽ എത്തിക്കാമെന്നുള്ളൊരു വാഗ്ദത്വം നമുക്ക് തന്നുള്ളൂ. എന്നാൽ അതിനൊരു അടയാളം ആദ്യ ജാതനായിട്ട് ഹല്ലേലൂയ കർത്താവ് ആമേൻ സ്തോത്രം മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമ്മളും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതിൻ്റെ ആദ്യ ഫലമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള നന്മ മാത്രമല്ല നമ്മുടെ കർത്താവ് തരുന്നത്, നിത്യതയിലും നമുക്ക് നന്മ തരുവാൻ, അല്ലെങ്കിൽ നിത്യത മുതൽ നിത്യത വരെയും നമുക്ക് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് എല്ലാം ചെയ്തു വെച്ചിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് അയച്ചത്. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിലെ ഏത് വരണ്ട് കിടക്കുന്ന അവസ്ഥയാണോ, ഞാൻ മുമ്പേ കണ്ട വെളിപ്പാട് പോലെ നിന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ ദേശം മൊത്തം വരണ്ട് കിടക്കുകയാണ്, അവിടെ ഒരു ഭയങ്കര കഷ്ടത്തിൽ കൂടി മരുഭൂമി പോലെ വരണ്ട് കിടക്കുക, അവിടേക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവശക്തിയുടെ വ്യാപാരം. ആ കനാൽ നിറഞ്ഞ് വെള്ളമൊഴുകി ആ ദേശം മൊത്തം വെള്ളത്തിന് ആവശ്യമായി എല്ലാവർക്കും സമൃദ്ധിയോടെ കോരിയെടുക്കുവാൻ തക്കവണ്ണം വെള്ളം ഒഴുകിപ്പോകുന്നത് പോലെ ഞാൻ കണ്ടുവെങ്കിൽ നീ വിശ്വസിച്ചാൽ നിന്റെ ഹൃദയത്തിനകത്തൂടെ ജീവൻ്റെ നദി ഒഴുകി അനേക ആത്മാക്കൾക്ക് നീ കാരണം ഒരാശ്വാസമായി തീരും. നീ നിമിത്തം ദേശം, രാജ്യം, ലോകരാജ്യങ്ങൾ വിടുവിക്കപ്പെടാനിരിക്കുക. നീ നിരാശയോടെ നിന്റെ ശൂന്യതയോർത്ത് മടുത്ത് നീ അസ്വസ്ഥമായിരിക്കുകയാണോ? ഇന്ന് പകൽക്കാലം നാളെ എന്ത് സംഭവിക്കുമെന്നോർത്ത് നീ ഭാരപ്പെട്ട് നീ ഏതെങ്കിലും വിഷയം, നിന്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ, നിന്റെ കുടുംബജീവിതത്തിലോ, നിന്റെ ജീവിതത്തിലെ സകല ശൂന്യതകളുടെ മുന്നിൽ നീ പകച്ചു നിൽക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നോട് എനിക്ക് പറയുവാനൊരു കാര്യമുണ്ട്. നീ വിശ്വസിച്ച് ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ നിന്റെ മുന്നിൽ ഒരു സമൃദ്ധി ഉണ്ടാകാൻ പോവുകയാണ്. സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മ. ഞാൻ എപ്പോഴും ഭൂമിയിലെ നന്മ പറയുന്ന ഉടനെ എനിക്കൊരു ഭയങ്കര അസ്വസ്ഥതയാണ്. സ്വർഗത്തിലെ നന്മയുണ്ട്. ആ സ്വർഗത്തിലെ നന്മ പറഞ്ഞാലേ ഒരു ഫിനിഷിംഗ് ഉള്ളൂ. ആ സ്വർഗത്തിലെ നന്മയാണ് ആദ്യം ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ സ്വർഗത്തിലെ നന്മയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. നമ്മുടെ അല്പ ആയുസേ ഉള്ളൂ. ഈ അല്പ ആയുസിൽ നമ്മൾ കിടന്ന് കഷ്ടം അനുഭവിക്കുമ്പോൾ ഇതുകൊണ്ട് ഇവിടെ അങ്ങ് കിടക്കുകയാണെന്നുള്ള ചിന്തയാണ് നമ്മളെങ്കിൽ നിശ്ചയമായും ദിവസങ്ങളെ ഉള്ളൂ നമ്മൾ ഈ ഭൂമിയിൽ. നമ്മുടെ 1000 ദിവസം കർത്താവിന് ഒരു ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കധികം ദിവസം ഇവിടെയില്ല. അതുകൊണ്ട് നീ ഏത് വിഷയത്തിലാണോ ഭാരപ്പെട്ട് തകർന്ന് വരണ്ട അവസ്ഥയിൽ കിടക്കുന്നത്, ഇന്ന് ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ സർവശക്തനായ കർത്താവാണ് നമ്മുടെ ദൈവം. ആ കർത്താവിനെയാണ് നാം സേവിക്കുന്നതെങ്കിൽ ആ ഏകസത്യ ദൈവമായ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് അവൻ എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചാൽ അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ പ്രമാണം എന്താണ്, അവൻ്റെ ഇഷ്ടം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം ദൈവം ചെയ്തു വെച്ചിരിക്കുകയാണ് പ്രിയ ദൈവ പൈതലേ. അതുകൊണ്ട് നീ ഒന്നിനെ ഓർത്തും ഭാരപ്പെടേണ്ട, വിഷമിക്കേണ്ട. നീ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ആ ദൈവത്തിൽ തന്നെ ഇന്ന് പകൽക്കാലവും നമുക്ക് ആശ്രയം വയ്ക്കാം. അതുകൊണ്ട് നിൻ്റെ ഭാരങ്ങളോ പരാതികളോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒരു വ്യക്തിയോടും ഞാൻ എന്നും പറയുന്നത് പോലെ നിങ്ങൾ പറയാതെ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കി ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ അവസ്ഥകളെയും ആവശ്യങ്ങളെയും അങ്ങോട്ട് പറയുമ്പോൾ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഹല്ലേലൂയ തൻ്റെ ഭക്തനോട് കരുണയുള്ള നല്ല ദൈവം ഇന്ന് പകൽക്കാലവും നമ്മളെ നിറച്ചവൻ്റെ നിറവ് നമ്മുടെ അകത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദൈവത്തിന് സകലവും കഴിയും. ആ ദൈവം നമുക്ക് വേണ്ടി സകലവും ചെയ്തു വെച്ചിരിക്കുകയാണ്. ആ കല്യാണ വിരുന്നിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ചെയ്ത ദൈവം, ആ ജനത്തിൻ്റെ മുമ്പിൽ അപമാനിക്കപ്പെടേണ്ട ആ കുടുംബം, നിന്ദാപാത്രമായി തീരേണ്ട കുടുംബം, ശൂന്യമായി തീർന്നു എന്ന് പരിഹസിക്കേണ്ട കുടുംബത്തെ ദൈവം സമൃദ്ധിയായി നിറച്ചുവെങ്കിൽ
ആ ദൈവം ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ആ ദൈവം നിൻ്റെ ജീവിതത്തിലും അതേ ഹല്ലേലൂയ ഏത് ശൂന്യതയിൽ കൂടിയാണെങ്കിലും നിറയ്ക്കുവാൻ സർവശക്തനാണ്. അതുകൊണ്ട് ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വേദനിച്ച് ആരും എന്നെ സഹായിക്കാനില്ല, എൻ്റെ മക്കളും എന്നെ സഹായിക്കാനില്ല എന്ന് വിഷമിക്കുന്ന എൻ്റെ മാതാവേ, വിഷമിക്കുന്ന സഹോദരി, വിഷമിക്കുന്ന സഹോദര, എല്ലാം തീർന്നു, കടബാധ്യതകളെ ഉള്ളൂ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നല്ലൊരു ബിസിനസ് ചെയ്തിട്ട് ഈ അവസ്ഥയിൽ കൂടി എത്തപ്പെടുമെന്ന്. എൻ്റെ ദൈവമേ, എനിക്കിങ്ങനെ സംഭവിച്ചു പോയല്ലോ ഇന്ന് നീ നിരാശയിലായിരിക്കുകയാണെങ്കിൽ ഇന്ന് നിന്നോട് ആ ദൈവാത്മാവ് പറയുന്നത് നിൻ്റെ ജീവിതം വരണ്ട് കിടക്കുന്നതിനെ സമൃദ്ധിയാക്കാൻ പോവുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വരണ്ട അവസ്ഥയിൽ ആത്മീകമായി എൻ്റെ അകത്തെ മനുഷ്യൻ വരണ്ടിരിക്കുകയാണോ? എൻ്റെ ഭൗതിക വിഷയത്തിൽ ഞാൻ വരണ്ടിരിക്കുകയാണോ? ആ വിഷയത്തിൻ്റെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരാത്മാവോടെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഇനി കേൾക്കുവാനിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ഞാൻ ഇവിടുന്ന് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ വിഷയം എന്താണോ ആ വിഷയം ദൈവത്തിൻ്റെ കരങ്ങളിൽ വിശ്വസിച്ച് അനുസരണയോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച്, അതായത് നിഷ്കളങ്കതയോടെ, വിശുദ്ധിയോടെ, അനുസരണയോടെ, നിർമ്മലതയോടെ, നീതിയോടെ, സത്യത്തോടെ ഇന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിനക്ക് ഇന്ന് വൈകുന്നതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ വെളിപ്പെട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ സർവശക്തനാണെന്ന് മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും അതെ ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ ഇറങ്ങുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക അപ്പാ. കർത്താവേ, കരുണയുള്ള, മനസ്സലിവുള്ള, അതേ സ്തോത്രം, കൃപയുള്ള അതേ ഒരു നല്ല ദൈവത്തെ കാണുവാനും സ്നേഹിക്കുവാനും സേവിക്കുവാനും ഞങ്ങൾക്ക് തന്ന ഭാഗ്യ പദവിക്കായി സ്തോത്രം. വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ അതെ ഞങ്ങൾ പിന്നെയും സന്തോഷിക്കുവാൻ, ഞങ്ങളുടെ മനസ്സിടിഞ്ഞിരുന്ന് ഞങ്ങൾ അസ്വസ്ഥരായി നിരാശപ്പെട്ട് മടുത്തിരുന്ന ചില വിഷയത്തിൻ്റെ മേൽ ഇന്ന് പകൽക്കാലം ദൈവശക്തി വ്യാപരിച്ച് ഹല്ലേലൂയ ദൈവത്തിൻ്റെ കണ്ണ് ഞങ്ങളുടെ ശൂന്യതയിലേക്ക് കണ്ട് ഹല്ലേലൂയ ആ ശൂന്യത മാറി ഒരു നിറവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കണം. ഇന്ന് പകൽക്കാലം നിൻ്റെ മക്കളെ ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിരാശരായി മടുത്ത് അസ്വസ്ഥമായി കർത്താവേ, ഞങ്ങളെ സഹായിക്കും? ആരോട് എൻ്റെ വേദന പറയും? ഹല്ലേലൂയ. ഈ വിഷമം പറഞ്ഞാൽ ഞങ്ങളെ മറ്റുള്ളവർ പരിഹസിക്കുമല്ലോ, നിന്ദിക്കുമല്ലോ, ഇത് മറ്റുള്ളവർ അറിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയായി തീരും എന്ന ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ കർത്താവേ, നീ എഴുന്നേറ്റ് നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അതേ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു, താമസിക്കയില്ല നിശ്ചയം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഹല്ലേലൂയ ഒരിക്കലും ചിന്തിക്കാത്ത ചില വാതിലുകൾ ആമേൻ, ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഹല്ലേലൂയ ഏത് വ്യക്തിയാണോ എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും അറിയാത്ത ചില വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി നീ തുറന്നു വെച്ചതിനായി സ്തോത്രം. അപ്പാ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് അതിനായി ഒരുക്കിയ രാജ്യം, ഒരുക്കിയ സംസ്ഥാനം, ഒരുക്കിയ കർത്താവേ ഹല്ലേലൂയ എല്ലാ നന്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുക കർത്താവേ. ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത്, ഏത് രാജ്യത്തേക്കാണ് ഞങ്ങൾ പോകേണ്ടത്, എവിടാണ് കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിക്കേണ്ടതെന്ന് ഭാരപ്പെടുന്ന ഏതെങ്കിലും കർത്തൃദാസന്മാർ കുടുംബമുണ്ടെങ്കിൽ, വിശ്വാസി സമൂഹമുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തി ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ മക്കൾക്ക് വേണ്ടി നീ തുറക്കപ്പെട്ട വാതിലിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ആത്മീകമായും ഭൗതികമായും കർത്താവേ, ആത്മീകമായി തകർന്ന് ഹല്ലേലൂയ അകത്തെ മനുഷ്യൻ വളരെ ക്ഷീണിച്ച് ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ തളർന്ന് ക്ഷീണിച്ച് വരണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതം ഇന്നുണ്ടെങ്കിൽ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അവർ ജീവൻ വയ്ക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ കർത്താവേ. നിന്റെ മക്കൾ ഏത് വിഷയത്തിലാണോ ഇന്ന് ഭാരപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ആ കാനാവിലെ കല്യാണത്തിന് കർത്താവെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവത്തിൻ്റെ കരുണയുടെ കരം ഇന്ന് നിന്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഏത് വിഷയത്തിലാണോ നിന്റെ മക്കൾ ഭാരപ്പെടുന്നത്, ഇത് നിന്നയുടെയും പരിഹാസത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, പകച്ചു നിൽക്കുന്നത്, അവിടേക്ക് ദൈവശക്തി വ്യാപരിച്ച് നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും ചില ദൈവപ്രവൃത്തികൾ കണ്ട് ഞങ്ങൾ ഒരുമിച്ചത് ഷെയർ ചെയ്ത് സന്തോഷിക്കാൻ പോകുന്ന ദിവസങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ.
അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ, നിന്റെ മക്കൾ ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഈ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശത്തോടങ്ങ് കരുണ തോന്നണമേ. ഈ 2024 പോലല്ല, 2025 ശക്തമായൊരു ഉണർവിൻ്റെ കാറ്റ് ഈ ദേശത്തേക്ക് അയക്കണമേ. 31 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ കർത്താവെ. ഉൾഗ്രാമങ്ങളിൽ സുവിശേഷം എത്തപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. ശക്തന്മാരായ സുവിശേഷകന്മാരെ എഴുന്നേൽപ്പിക്കണമേ. യുവാക്കൾ, യുവതികൾ കർത്താവെ ദൈവത്തിന് വിരോധമായി നടന്ന് കർത്താവെ മദ്യത്തിനും മയക്കുമരുന്നിനും സകല കർത്താവെ ദുർമാർഗത്തിന് നടക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അവർ മാനസാന്തരപ്പെട്ട് ഒരു ശൗല് ദമസ്കോസിൽ ചെന്നപ്പോൾ ഉണ്ടായ മാനസാന്തരം പോലെ ഒരു ദൈവപ്രവൃത്തി ചില യൂത്തുകളുടെ മുന്നിൽ ദൈവം അയക്കുന്നതിനായി നന്ദി പറയുന്നു. ചില ആലയങ്ങൾക്കകത്ത്, ചില കർത്തൃദാസന്മാരുടെ കുടുംബങ്ങൾക്കകത്ത്, വിശ്വാസി സമൂഹത്തിനകത്ത് തണുത്തുറഞ്ഞു കിടന്ന ചില വിഷയത്തിന് മേൽ എല്ലാം ശൂന്യമായി ഒന്നുമില്ലാത്ത ഇടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനായി നന്ദി പറയുന്നു. ഈ ദേശത്തോടങ്ങ് കരുണ തോന്നണം. കോളേജുകളിലും സ്കൂളുകളിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ വന്ന് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളും സഹോദരങ്ങളും ഇല്ലാതെ കർത്താവ് ഹോസ്റ്റലുകളിലും PGയിലും ഒക്കെ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാം ഉണ്ട്, സമാധാനമില്ലാതെ ഒറ്റപ്പെടലുകളും നിന്ദ അനുഭവിക്കുന്ന ഞങ്ങളുടെ യൂത്തുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. വിദ്യാഭ്യാസത്തോട് പോരാടിയവർക്ക് വിദ്യാഭ്യാസം ചെയ്ത് എക്സാമിനകത്ത് കർത്താവെ ജയം കൈവരിക്കുവാൻ കഴിയാതെ പിന്നെ പരീക്ഷ എഴുതി ഭാരപ്പെടുന്ന മക്കളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് കർത്താവെ നല്ല ഒരു ഹല്ലേലൂയ ഗൈഡൻസ് തരുന്ന അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ നിന്റെ മക്കൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അത്ഭുത വഴികൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കണമേ കർത്താവെ. അതേ പഠനകാര്യത്തിൽ കർത്താവെ നല്ല ഉന്മേഷവും കർത്താവെ ഉണർവും കൊടുക്കണമേ. അതോടൊപ്പം തന്നെ ദൈവികമായ ചിന്തകളും ദൈവത്തോടുകൂടെ ദൈവശബ്ദം കേൾപ്പാനും കർത്താവെ യൗവനക്കാരെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. യൗവനകാലത്ത് സൃഷ്ടാവിൽ ആശ്രയിപ്പാൻ ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ. ഈ യൗവനക്കാർ നാളെ കർത്താവിനെ പ്രസിദ്ധമാക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ കർത്താവെ സകല കർത്താവ് യൗവനക്കാരും എഴുന്നേൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ ഇവിടെയുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സകല ഭരണാധികാരികൾ, മതനേതാക്കന്മാർ, സകല രാഷ്ട്രീയ നേതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. കേരള സംസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലവിധമായ കഷ്ടങ്ങളിൽ കൂടി കേരളം കടന്നു പോകുമ്പോൾ കർത്താവേ സ്തോത്രം, അപകട മരണങ്ങൾ, അനർത്ഥങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ കർത്താവേ അതിനകത്തൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവിടുത്തെ സകല ജനത്തെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക. നിന്റെ മക്കളോട് മനസ്സലിയണമേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വ്യക്തി ശൂന്യത അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന കർത്താവേ സ്തോത്രം, തങ്ങളുടെ സഹോദരങ്ങൾ, തൻ്റെ ഭർത്താവ്, തങ്ങളുടെ ഭാര്യ, അതേ സ്തോത്രം, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ ഒക്കെ മരണപ്പെട്ടു പോയ ഏതെങ്കിലും ഭവനത്തിൽ ഒറ്റപ്പെട്ട് കർത്താവെ എണ്ണത്തിൽ കുറഞ്ഞ് അവർ കഷ്ടത അനുഭവിച്ച് വേദനയോട് ഹൃദയത്തിൽ തടം കെട്ടിക്കിടക്കുന്ന ഭാരത്തോടായിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്കൊരാശ്വാസം നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലൈസ്ഡ് ആയി കിടക്കുന്ന കർത്താവെ മക്കൾക്കായി സ്തോത്രം, എല്ലാവരെയും കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 28 സ്റ്റേറ്റിലും 9 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി ദൈവാത്മാവിനാൽ കർത്താവെ ഇന്ത്യ ഒരു ഉണർവിൻ്റെ ശക്തമായ കാറ്റ് ഇന്ത്യയിലേക്ക് അയക്കണമേ. ശക്തന്മാരായ ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കണമേ. ദൈവാത്മാവിൽ പ്രവചിപ്പാൻ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ. ദൈവശക്തിയാൽ കർത്തൃദാസന്മാരെ എഴുന്നേൽപ്പിക്കണമേ. ആത്മാവിൻ്റെ ശക്തിയോടെ ഹല്ലേലൂയ ദൈവം കുറച്ചുപേരെ എഴുന്നേൽപ്പിച്ച് ദൈവത്താൽ കർത്താവെ ദേശങ്ങളിലെ രാജ്യത്തിൽ കർത്താവെ ഒരു ആത്മപ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയിലറുകളിൽ കിടക്കുന്ന കർത്തൃദാസന്മാർക്കായി, കുടുംബങ്ങൾക്കായി, വിശ്വാസി സമൂഹങ്ങൾക്കായി സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ കേസും പ്രശ്നമൊക്കെ ആയി നടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഹല്ലേലൂയ അതേ സ്തോത്രം, മിഷണറിമാരായി രാജ്യങ്ങളിൽ കർത്താവെ ശുശ്രൂഷ ചെയ്യുന്ന, രാജ്യങ്ങളിലേക്ക് പോയി ശുശ്രൂഷ ചെയ്യുന്നവർ കർത്താവെ മിഷണറി പ്രവർത്തനങ്ങളുമായി പോയിട്ടുള്ള നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവെ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ, പ്ലെയിനിലും കർത്താവെ അതേ ട്രെയിനിലും കാറിലും കർത്താവെ അങ്ങനെ വാഹനങ്ങളൊക്കെ ആയിരിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിവിധ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ ഭക്ഷണ രീതിയിലൊക്കെ എന്തെങ്കിലും അസ്വസ്ഥത വരുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരെല്ലാം അങ്ങ് ക്രമീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 5 ഭൂഖണ്ഡങ്ങളിലുള്ള ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല ജനസമൂഹത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക. അതുപോലെ ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ചാർച്ചക്കാർ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശം, രാജ്യം, ലോക രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, കർത്താവെ സമാധാനം ഉണ്ടാകുവാൻ, കർത്താവിൻ്റെ സമാധാനം ഒഴുകുവാൻ സഹായിക്കണമേ. ലോകം കൊടുക്കാത്ത സമാധാനം കൊണ്ട് എല്ലാ ജനത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ
ഞങ്ങൾ ഡിനോമിനേഷൻ സ്പിരിറ്റിലാതെ സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല മത നേതാക്കന്മാരെയും, സകല ഭരണാധികാരികളെയും, സകല രാഷ്ട്രീയ നേതാക്കന്മാരെയും, സകല വിധത്തിൽ നേതൃത്വം വഹിക്കുന്ന സകല ജനത്തെയും ഓർത്ത് സ്തോത്രം ചെയ്ത്, സകല ഡിപ്പാർട്ട്മെൻറ്റുകളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ നന്ദി പറയുക കർത്താവേ. അല്പസമയം അങ്ങയുടെ പാദപീഠത്തിൽ ഇരിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഇന്ന് പകൽക്കാലം ഈ ബലത്തോടെ ഞങ്ങളെ കർത്താവ് സകലത്തിലും ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളുടെ അതിരുകളെ അങ്ങ് വിശാലമാക്കി നിന്റെ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചാട്ട് കർത്താവേ. സകല മേഖലകളിലും അങ്ങ് അത്ഭുത വിടുതൽ അയച്ചതിനായി സ്തോത്രം. അതിന് വിരുദ്ധമായി നിൽക്കുന്ന സകല ഇരുളിൻ്റെ മണ്ഡലങ്ങളുടെ മേലും എൻ്റെ യേശു ജയമെടുത്തതിനായി സ്തോത്രം. വെളിച്ചം വരുമ്പോൾ ഇരുളു മാറിപ്പോകുന്നത് പോലെ സകല ഇരുളിൻ്റെ ദുഷ്ഫല പ്രവർത്തികളും വേരോടെ പിഴുതുപോകട്ടെ. ദേശങ്ങൾ, രാജ്യങ്ങൾ, ലോകരാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് പകൽക്കാലവും ദൈവിക സമാധാനവും സന്തോഷവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. സകല ശൂന്യതകളും നിങ്ങളുടെ മുന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. സകല സമൃദ്ധികൾ, സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകൾ നിങ്ങൾ അനുഭവിക്കട്ടെ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.